ഹായ് ഓൾ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയിലെ കലാകായിക സാഹിത്യ സംസ്കാരത്തിൻ്റെ പാർട്ട് 3 ആണ്. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അതേപോലെ തന്നെ കലാമണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വള്ളത്തോളിൻ്റെ കൂടെ നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമാണ് ആരെന്ന് പറയുന്നത് മണക്കുളം മുകുന്ദരാജ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹവും കലാമണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വള്ളത്തോളിൻ്റെ ഒപ്പം കൂടെ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ വള്ളത്തോളിന് കുറച്ച് വിശേഷണം കൂടിയുണ്ട്. എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ ആസ്ഥാന കവി എന്നും കേരളത്തിൻ്റെ ദേശീയ കവി എന്നും അറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ നിന്നിട്ടുള്ള സുഹൃത്ത് ആരാണ്? മണക്കുളം മുകുന്ദരാജയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഷൊർണൂർ, ഓപ്ഷൻ ബി ചെറുതുരുത്തി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി മലപ്പുറം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ഷൊർണൂർ, ഓപ്ഷൻ ബി ചെറുതുരുത്തി, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി മലപ്പുറം. ബി ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തി വരുന്ന ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് ചെറുതുരുത്തി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ എവിടെ ഉണ്ടാവും? തൃശ്ശൂരിൽ നിന്ന് ഉണ്ടെങ്കിൽ തൃശ്ശൂരായിരിക്കും ശരി ഉത്തരമായിട്ട് വരിക. ഇനി അതേപോലെ തന്നെ ഏത് നദിയുടെ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്? നിള നദി അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തി വരുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതേപോലെ തന്നെ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിള നദി അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്ന്? ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്നതാണ്. ഓപ്ഷൻ എ 1932 നവംബർ 19, ഓപ്ഷൻ ബി 1931 നവംബർ 19, ഓപ്ഷൻ സി 1930 നവംബർ 9, ഓപ്ഷൻ ഡി 1929 നവംബർ 9. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്ന്? അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്നാണ്? 1930 നവംബർ 9. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 1930 മുമ്പ് 1929 കേരള കലാമണ്ഡലം ഒരു സൊസൈറ്റി ആയിട്ടാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് കലാമണ്ഡലം ഇന്ന് കാണുന്ന രീതിയിൽ 1930 നവംബർ 9 സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തെ കൽപ്പിക സർവകലാശാലയാക്കിയ വർഷം. ഓപ്ഷൻ എ 2007, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2005. ഇതിലേതാണ് കേരള കലാമണ്ഡലത്തെ കൽപ്പിക സർവകലാശാലയാക്കിയ വർഷം? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2006 ആണ് കേരള കലാമണ്ഡലത്തെ കൽപ്പിക സർവകലാശാല ആക്കിയിട്ടുള്ള വർഷം. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ ഫിഗർ കേരള കലാമണ്ഡലത്തിൻ്റെ മോട്ടോ ആണ് ഇത് എന്ന് പറയുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ മോട്ടോ ആണ് ഈ ഫിഗർ. ഇപ്പോൾ കൽപ്പിക സർവകലാശാലയ്ക്ക് വർഷം ഏതാണ്? 2006 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആരായിരുന്നു എന്നതാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആരായിരുന്നു? ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ ബി മണക്കുളം മുകുന്ദരാജ, ഓപ്ഷൻ സി KG പൗലോസ്, ഓപ്ഷൻ ഡി
ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആരായിരുന്നു എന്താണ് ക്വസ്റ്റ്യൻ. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണോ? ബി മണക്കുളം മുകുന്ദരാജയാണോ? ഓപ്ഷൻ സി KG പൗലോസ് ആണോ? ഓപ്ഷൻ ഡി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണോ? അപ്പോൾ ഓപ്ഷൻ സി KG പൗലോസ് ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ്. അതേപോലെ തന്നെ അദ്ദേഹം ചാൻസലർ ആയിട്ടുള്ള വർഷം 2007 അദ്ദേഹം കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായത്. ഇപ്പോൾ അദ്ദേഹം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പബ്ലിക്കേഷൻ്റെ എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2007 KG പൗലോസ് കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലറായിട്ട് സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലറാണ് KG പൗലോസ്. ഏത് വർഷമാണ്? 2007. ഇത് മാത്രമേ നമുക്ക് പഠിച്ചു വയ്ക്കാനുള്ളൂ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷ്ണഗീതിയുടെ കർത്താവായ കോഴിക്കോട് സാമൂതിരി ആരാണ്? ഓപ്ഷൻ എ മാനവിക്രമൻ സാമൂതിരി, ഓപ്ഷൻ ബി മാനവേദൻ രാജ, ഓപ്ഷൻ സി കോഴിക്കോട് സാമൂതിരി, ഓപ്ഷൻ ഡി കൊട്ടാരക്കര തമ്പുരാൻ. അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണഗീതിയുടെ കർത്താവായ കോഴിക്കോട് സാമൂതിരി ആരാണ് നമുക്ക് നോക്കാം. ഇത് റാങ്ക് മേക്കിങ്ങിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? മാനവേദൻ രാജയാണ് കൃഷ്ണഗീതിയുടെ കർത്താവ്. അദ്ദേഹം കോഴിക്കോട് സാമൂതിരി കൂടിയാണ്. പിന്നെ ഈ കൃഷ്ണഗീതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏത് കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണനാട്ടം എന്ന കലാരൂപം മാനവേദ രാജ ചിട്ടപ്പെടുത്തുക. അപ്പോൾ കൃഷ്ണനാട്ടത്തിൻ്റെയും കർത്താവ് ആരാണ്? മാനവേദൻ രാജയാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? കൃഷ്ണഗീതിയുടെ കർത്താവ് ആരാണ്? മാനവേദൻ രാജയാണ്. അതേപോലെ തന്നെ കൃഷ്ണനാട്ടം എന്ന കലാരൂപവും ചിട്ടപ്പെടുത്തിയത് ആരാണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ, രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ മാനവേദൻ രാജ, ഓപ്ഷൻ ബി കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ സി ഉണ്ണാരി വാര്യർ, ഓപ്ഷൻ ഡി കൊട്ടാരക്കര തമ്പുരാൻ. അപ്പോൾ ഇതിലേറെ ആരാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം രചിച്ചത്. ഈ രാമനാട്ടത്തിൽ നിന്നാണ് എന്ത് പരിണമിച്ചു വന്നത്? കഥകളിയുടെ ഒരു മുൻഗാമിയാണ് ഏതെന്ന് പറയുന്നത്? രാമനാട്ടം എന്ന് പറയുന്നത്. മലയാളത്തിലെ ഒരുപാട് കലകളെ സമന്വയിപ്പിച്ചിട്ടാണ് എന്ത് രചിച്ചിട്ടുള്ളത്? രാമനാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള കലാരൂപം രചിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ രാമനാട്ടം ഏറ്റവും അടുത്ത് കിടക്കുന്ന കൂടിയാട്ടവുമായിട്ടാണ്. അപ്പോൾ രാമനാട്ടം രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഈ രാമനാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനാട്ടത്തിൻ്റെ രചയിതാവ് ആരാണ്? മാനവേദ രാജാവാണ്. കോഴിക്കോട്ടുള്ള മാനവേദ രാജാവ് 8 ദിവസത്തെ കഥകളായിട്ടാണ് കൃഷ്ണനാട്ടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ എന്ത് പറഞ്ഞു? കൃഷ്ണനാട്ടം കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന്, അതായത് കോഴിക്കോട്ട് നിന്ന് കലാകാരന്മാരെ അയച്ചു തരണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനവേദൻ രാജാവ് എന്താ ചെയ്തത്? അത് പുച്ഛിച്ച് കളയാണ് ചെയ്തത്. അതായത് തെക്കുള്ളവർക്ക് കൃഷ്ണനാട്ടം കണ്ട് രസിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വാശിപ്പുറത്താണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം നിർമ്മിച്ചത് എന്നൊരു ഐതിഹ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ രാമനാട്ടം രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ബി കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ, ഓപ്ഷൻ ഡി കിളിമാനൂർ രാജരാജവർമ്മ. അപ്പോൾ കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്? എ ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ബി കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ, ഓപ്ഷൻ ഡി കിളിമാനൂർ രാജരാജവർമ്മ. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്.
അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറേ പ്രാവശ്യം LDCയിലേക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാം. ഇനി ഈ കഥകളിനെ നമുക്ക് കലകളുടെ രാജാവെന്നോ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നതും ഏത് കലാരൂപമാണ്? കഥകളി തന്നെയാണ്. അതേപോലെ തന്നെ കഥകളിക്ക് കുറച്ച് വിശേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്നതും ഏത് കലാരൂപമാണ്? കഥകളിയാണ്. അതുപോലെ നൃത്യം എന്നറിയപ്പെടുന്നതും ഏതാണ്? കഥകളിയാണ്. അപ്പോൾ കഥകളി ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? കലകളുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നതും ഏത് കലാരൂപമാണ്? കഥകളിയാണ്. പിന്നെ സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്നതും ഏതാണ്? കഥകളിയാണ്. പിന്നെ നൃത്യം എന്നറിയപ്പെടുന്നതും ഏത് കലാരൂപമാണ്? കഥകളിയാണ്. അപ്പോൾ കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണ്? ഈ ക്വസ്റ്റ്യനും LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ കല്യാണ സൗഗന്ധികം, ഓപ്ഷൻ ബി നളചരിതം, ഓപ്ഷൻ സി ഭഗവതം, ഓപ്ഷൻ ഡി രാമായണം ആട്ടക്കഥ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കല്യാണ സൗഗന്ധികം, നളചരിതം, ഭഗവതം, ഓപ്ഷൻ ഡി രാമായണം. അപ്പം കേരളത്തിൻ്റെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണ്? ഓപ്ഷൻ ഡി രാമായണം ആട്ടക്കഥയാണ്. അപ്പോൾ രാമായണം ആട്ടക്കഥയാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആട്ടക്കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. ഈ ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥ രചിച്ചിരിക്കുന്നത്. രാമായണം ആട്ടക്കഥയുടെയും രചയിതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പം കേരളത്തിൻ്റെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണ്? രാമായണം ആട്ടക്കഥയാണ്. കഥകളുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. രാമായണം ആട്ടക്കഥയുടെ രചയിതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അതേപോലെ ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ, കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ്? കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ്? ഓപ്ഷൻ എ കൊട്ടാരക്കര തമ്പുരാൻ, ഓപ്ഷൻ ബി ഉണ്ണായി വാര്യർ, ഓപ്ഷൻ സി കോട്ടയത്ത് തമ്പുരാൻ, ഓപ്ഷൻ ഡി കിളിമാനൂർ രാജരാജവർമ്മ. അപ്പോൾ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് ഇതിലാരാണ്? അപ്പോൾ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത്. ഇദ്ദേഹം ആട്ടക്കഥയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കോട്ടയത്ത് തമ്പുരാൻ. ഇദ്ദേഹത്തിന് 4 ആട്ടക്കഥകളാണുള്ളത്. ഒന്ന് ഏതാണ്? കല്യാണ സൗഗന്ധികം. പിന്നെ ഏതാണ്? കാലകേയവധം. 3ാമത്തെ ഏതാണ്? ഭഗവതം. പിന്നെ 4ാമത്തെ കിർമീരവധം. 4 ആട്ടക്കഥകളാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഏതൊക്കെയാണ്? കല്യാണ സൗഗന്ധികം, പിന്നെ ഏതാണ്? ഭഗവതം, കാലകേയവധം, കിർമീർവധം. അങ്ങനെ 4 ആട്ടക്കഥകളാണ് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? കോട്ടയത്ത് തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കലാകായിക സാഹിത്യ സംസ്കാരത്തിലെ 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. പിന്നെ കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെവിടെയാണ് വരുന്നത്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് നദിയുടെ തീരത്താണ്? നദി, ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്നാണ് എന്നായിരുന്നു? 1930 നവംബർ 9 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തെ കൽപ്പിക സർവകലാശാലയാക്കിയ വർഷം ഏതാണ്? 2006 കേരള കലാമണ്ഡലത്തിലെ കൽപ്പിക സർവകലാശാലയാക്കി മാറ്റിയത്. പിന്നെ അതേപോലെ കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആരായിരുന്നു? KG പൗലോസ് ആയിരുന്നു കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യ ചാൻസലർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് കൃഷ്ണഗീതിയുടെ കർത്താവ് ആയിട്ടുള്ള കോഴിക്കോട് സാമൂതിരി ആരായിരുന്നു? മാനവേദൻ രാജയാണ് കൃഷ്ണഗീതിയുടെ
കർത്താവായിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് കൃഷ്ണനാട്ടം രചിച്ചതും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? രാമനാട്ടം രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് ഏത് രചിച്ചത്? രാമനാട്ടം രചിച്ചത്. പിന്നെ കഥകളിയുടെ ഉപജ്ഞാതാവും ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ്. ഈ രാമനാട്ടത്തിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മുടെ കഥകളി വന്നിട്ടുള്ളത്. പിന്നെ കേരളത്തിൻ്റെ ആദ്യത്തെ ആട്ടക്കഥ ഏതാണ്? രാമായണം ആട്ടക്കഥയായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ ആട്ടക്കഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആട്ടക്കഥ എന്ന് പറയുന്നത് സാഹിത്യരൂപമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് ഏതാ പറഞ്ഞത്? നമ്മൾ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് കല്യാണ സൗഗന്ധികം രചിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ 4 ആട്ടക്കഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കല്യാണ സൗഗന്ധികം, കാലകേയവധം, ഭഗവതം, അത് കീർ മീരവധം. ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.